Good morning, students. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പവർ സപ്ലൈയുടെ വേരിയേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഓഫ്സെറ്റ് വോൾട്ടേജ്, അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജസും ചേഞ്ചസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് തെർമൽ ഡ്രിഫ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെയും അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റിനെയും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇന്നത്തെ ഇതിൽ എങ്ങനെ പവർ സപ്ലൈയുടെ വോൾട്ടേജസ്, ഈ പവർ സപ്ലൈയുടെ വേരിയേഷൻസ് എങ്ങനെ പമ്പിൻ്റെ ഓഫ്സെറ്റ് വോൾട്ടേജിനെയും അതേപോലെ തന്നെ അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഒരു ±15 വോൾട്ട് കൊടുത്താൽ അതിന് നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് ഒരു ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്താൻ സാധിക്കില്ല. പക്ഷേ പ്യുവർ റെഗുലേഷൻ കാരണവും അല്ലെങ്കിൽ പ്യുവർ ഫിൽറ്ററിങ് കാരണവും ചിലപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എക്സാക്റ്റ് ±15 ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഈ റെഗുലേഷൻ്റെ പ്രോബ്ലം കാരണം, ഫിൽറ്ററിങ് പ്രോബ്ലം കാരണം ചിലപ്പോൾ പവർ സപ്ലൈയിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായും അതിലുള്ള വേരിയേഷൻസ് ബേസ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഈ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് IB, ദാറ്റ് ഈസ് ദ ബയസ് കറൻറ്റ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു RF ആൻഡ് IB. Okay, so for a given value of RF, any change in IB causes change in offset voltage due to IB. RFിൻ്റെ ഒരു ഫിക്സഡ് വാല്യൂ, ഇപ്പോൾ പവർ സപ്ലൈയുടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ IBയിൽ ചേഞ്ചസ് ഉണ്ടാകും. അതുവഴി ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ചേഞ്ചസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ROM, അതായത് ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്ററും കൂടി നമ്മുടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റർ എന്ന് പറഞ്ഞത് R1 RF ഡിവൈഡഡ് ബൈ R1 + RF. അപ്പോൾ ഇതിനനുസരിച്ചുള്ള വേരിയേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈവൻ ദോ ഇൻപുട്ട് ബയസ് കറന്റ് ചേഞ്ച് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ദ സപ്ലൈ വോൾട്ടേജ്, ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്, okay, the input offset current should remain relatively constant because it is the absolute value of the difference between the input bias current. ഈ ഒരു വാല്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചസിന് നമുക്ക് വളരെ കുറവാണെന്ന് പറയാം. അതായത് ഇത് നമ്മൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ് IO എന്ന് പറഞ്ഞത് IB1 - IB2 ഒരു അബ്സൊല്യൂട്ട് വാല്യൂസ് ആണ് നമ്മൾ ഇതിൻ്റെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ്, ഇമ്പാക്റ്റ് ഓഫ് ദി ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ് ഡ്യൂ ടു ദി പവർ സപ്ലൈ ചേഞ്ചസ് ഇൻ ദ പവർ സപ്ലൈ വോൾട്ടേജ്, ദാറ്റ് ഈസ് ഷുഡ് റിമെയിൻ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ്. Okay, thus in practice if we use a proper value of the ROM resistor in a given amplifier circuit, there will be a negligible change in the current generated output offset voltage due to the change in the supply voltage. ഓരോ ഓപ്പാമിൻ്റെയും ഡാറ്റ ഷീറ്റിൽ ഈ ഒരു ചേഞ്ചസ്, അതായത് പവർ സപ്ലൈ വോൾട്ടേജിൻ്റെ ചേഞ്ചസ് പല പേരുകളിലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അതിനെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്നുള്ള പേരിലും, അതേപോലെ തന്നെ പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ, പവർ സപ്ലൈ സെൻസിറ്റിവിറ്റി, സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ. ഒരു ഓപ്പാമിൻ്റെ ഡാറ്റ ഷീറ്റ് ഈ പേരുകളിലാണ് ഈ പവർ സപ്ലൈയുടെ ചേഞ്ചസിനെ കാണിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ മൈക്രോ വോൾട്ട് പെർ വോൾട്ടിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡെസിബലിലും കാണിക്കും.
ഓക്കെ. ഇതിനെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ ഒരു SVRR എന്ന് പറയാം, ഷോർട്ടായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ IC 741 ICയുടെ കേസിൽ SVRR എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 150 മൈക്രോ വോൾട്ട് പെർ വോൾട്ട്. അതായത് SVR എന്ന് പറഞ്ഞത് ΔVIO ഡിവൈഡഡ് ബൈ ΔV, ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദി പവർ സപ്ലൈ. മറ്റൊരു ഒപ്പം വയ LM307ൻ്റെ കേസിൽ ഇത് നമുക്കൊരു അത് ഡെസിബലിലാണ് കാണിക്കുന്നത്. 96 dB ഡെസിബലിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ മൈക്രോ വോൾട്ട് പെർ സപ്ലൈ വോൾട്ടേജും അതും അതേപോലെ തന്നെ ഡെസിബലും ഇതെങ്ങനെ ഈ ഒരു കൺവേർഷൻ അതും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. SVRR that is ΔVIO divided by ΔV. Okay, that is equivalent to നമുക്കൊന്നൊരു ലോഗരിതമിക് സ്കെയിലിലേക്ക് ഒന്ന് മാറ്റാം. ദാറ്റ് ഈസ് ഈക്വലൻ ടു log 1/SVRR, that is equal to 20 log 1/ΔVIO divided by ΔV. ഓക്കെ. IC 741ൻ്റെ കേസിൽ നമുക്കറിയാം ദിസ് ഈസ് മൈക്രോ വോൾട്ട് പെർ വോൾട്ട്. ഈ മൈക്രോനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. 20 log 10⁶ ഡിവൈഡഡ് ബൈ 150. ഇതൊരു 76.48 dB വരും. അതേപോലെ തന്നെ സപ്പോസ് dBയിലാണ് തന്നിട്ടുള്ളെങ്കിൽ നമുക്കതിനെ മൈക്രോ വോൾട്ട് പെർ വോൾട്ടിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് ഒന്നും കൂടി നോക്കാം. സപ്പോസ് ഒരു 20 log 1/SVRR ഒരു 96 dB. ഓക്കെ. 96 dB ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മൈക്രോ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. 20 that is approximately equal to 10⁴.8. So SVRR is equal to 15.85 microvolt per volt. അതായത് IC 741 150 മൈക്രോവോൾട്ട് പെർ വോൾട്ട് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വലൻ ടു 76.48 dB. അതേപോലെ തന്നെ 96 dB ദാറ്റ് ഈസ് ഈക്വലൻ ടു 15.85 microvolt per dB. And note that the higher value of SVRR in decibels, decibelലാണ് തന്നിട്ടുണ്ടെങ്കിൽ lower, if this value is lower, that is the change in the input offset voltage due to the change in the supply voltage. Okay. SVRRൻ്റെ വാല്യൂ ഹൈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ വോൾട്ട് പെർ വോൾട്ട്, അതായത് പവർ സപ്ലൈ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പവർ സപ്ലൈ വോൾട്ടേജിൻ്റെ ആ ചേഞ്ചസ് കുറവാണ്. അതായത് SVRൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ, ഡെസിബലിൻ്റെ കേസിൽ SVRൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് ഹൈ ആണെങ്കിൽ അവിടെ പവർ സപ്ലൈയുടെ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് കുറവാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം, സപ്പോസ് മൈക്രോ വോൾട്ട് പെർ വോൾട്ട് ആ രീതിയിലാണെങ്കിൽ if lower the value of SVRR in microvolt per volt, better the op-amp performance. Okay. മൈക്രോവോൾട്ട് പെർ വോൾട്ടിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ, അതായത് പവർ സപ്ലൈയുടെ വേരിയേഷൻ കാരണം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ബെറ്റർ ദ op-amp പെർഫോമൻസ്. അപ്പോൾ നമുക്കൊരു ഐഡിയൽ കേസ് വേണമെങ്കിൽ പറയാം. ഐഡിയൽ കേസസിൽ SVRR എന്ന് പറഞ്ഞത് മൈക്രോവോൾട്ട് പെർ വോൾട്ടിലാണെങ്കിൽ സ്വാഭാവികമായും 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഐഡിയൽ കേസ്. SVRR in microvolt per volt should be 0. Okay. ഇനി ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കൂടി ഒന്ന് നമുക്ക് നോക്കാം.
output offset voltage that is related to 1 plus RF divided by R1 into VIO. Okay, this is the relationship between the change in the output offset voltage. So this value, that is 1 plus RF divided by R1, it is a constant for a given value of RF and R1. നമുക്കതിൻ്റെ ചേഞ്ചസ് ഒന്ന് കണ്ടുപിടിക്കാം. We are going to find out the relationship between the change in the output offset voltage and the SVRR. അതിന് നമുക്ക് ചേഞ്ച് പവർ സപ്ലൈയുടെ വേരിയേഷൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. ഡെൽറ്റ വി, ഓക്കെ, ഇവിടെ നമുക്ക് ഡെൽറ്റ കൊടുക്കാം. പവർ സപ്ലൈയുടെ വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ട് ഓഫ്സെറ്റ്, ഈ വി തമ്മിൽ മാറിപ്പോകരുത്. ഈ വി എന്ന് പറയുന്നത് പവർ സപ്ലൈ വോൾട്ടേജസ് ആണ്. 1 plus RF divided by R1 delta VIO divided by delta V. This is equal to delta VOO. This is equal to 1 plus RF divided by R1 delta VIO divided by delta V into delta V. Here delta VOO, that is the change in the output offset voltage, that is in volt, and delta V, this is the delta V, that is the change in the supply voltage, that is plus or minus VCC or VEE, and delta VIO divided by delta V, this is the supply voltage rejection ratio, that is in microvolt per volt. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാനൊക്കെ തോന്നും, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു ടേമാണ് SVRR ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ SVR എന്ന് പറഞ്ഞ ടേം മാത്രമേ തരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഒരു ടേമാണ്, ചേഞ്ച് ഇൻ ദ സപ്ലൈ വോൾട്ടേജസ് ആണ് നമുക്ക് അവിടെ തരുന്നതെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. വിത്ത് ടൈം എങ്ങനെ ചേഞ്ചസ് വരുന്നു, എങ്ങനെയാണ് ടൈമുമായിട്ട് ബന്ധമുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ VOT, that is total output offset voltage RF divided by R1 into VIO RF into IIO. Okay, here we are going to discuss about the maximum possible change in the output offset voltage as the function of the input offset voltage and input offset current with respect to the time, or the time over a certain period of the time period. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ടൈം വെച്ചാണ് കാണുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ് ബൈ ഡെൽറ്റ ടി. 1 plus RF divided by R1 delta VIO divided by delta T plus RF delta IO divided by delta T. Delta VOT is equal to 1 plus RF divided by R1 delta VIO divided by delta T into delta T plus RF into delta IIO divided by delta T into delta T. Delta T എന്ന് പറഞ്ഞത് ടൈമാണ്. ചിലപ്പോൾ വീക്സിലോ ഡേയ്സിലോ എങ്ങനെയാണോ പ്രോബ്ലത്തിൽ തരുന്നത് അതിനനുസരിച്ച് ഡീൽ ചെയ്യാം. ഡെൽറ്റ VIO ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്രിഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ടൈം. അത് കാണിക്കുന്നത് വോൾട്ട്സ് പെർ വീക്ക്. സപ്പോസ് ടി തന്നിരിക്കുന്നത് വീക്സിലാണെങ്കിൽ ഇത് വോൾട്ട്സ് പെർ വീക്സിലായിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ IO ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്റ് ഡ്രിഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. സ്വാഭാവികമായും ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ആംബിയേഴ്സ് പെർ വീക്ക്. ഡെൽറ്റ VOT ഈസ് ദ ചേഞ്ച് ഇൻ ദ
output offset voltage, that is in the volts. പിന്നെ മറ്റു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു നോൺ ഇൻവേർട്ടിംഗ് ആസ് വെൽ ആസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇത് വീക്കിലാണോ ഡേയ്സിലാണോ തന്നിരിക്കുന്നത് നോക്കുക. അത് കോമൺ ആയിട്ട് എല്ലാത്തിലേക്കും കൺവേർട്ട് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു റേഷ്യോ തന്നിരിക്കുന്നത് വീക്കിലും നമുക്ക് തന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ ചിലപ്പോൾ ഡേയ്സിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോംപ്ലിക്കേഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചേക്ക് പ്രോബ്ലത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഒപ്പാമ്പിനെ ബേസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെ നോയ്സാണ് ഒപ്പാമ്പിൽ ഉള്ളത്. അതായത് നോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് സം അൺവാണ്ടഡ് സിഗ്നൽ അസോസിയേറ്റഡ് വിത്ത് ദി ഡിസൈഡ് സിഗ്നൽ, ദാറ്റ് ഈസ് വി കൺസിഡർഡ് ആസ് ദി നോയ്സ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഏത് സിഗ്നലാണോ, അതായത് നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എന്ത് സിഗ്നലും, സപ്പോസ് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ഇൻ്റർഫറൻസ് കാരണം വരുന്ന ചെറിയൊരു സ്പാർക്ക് പോലും എന്തോ ആയിക്കോട്ടെ, ചെറിയ വരുന്ന അൺവാണ്ടഡ് സിഗ്നൽ, നമുക്ക് ആവശ്യമില്ലാത്ത സിഗ്നൽ, അൺവാണ്ടഡ് സിഗ്നലിനെ നമുക്ക് നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ ഒപ്പാമ്പിൻ്റെയൊക്കെ കേസിൽ നോയ്സ് തന്നെ നമുക്ക് പല വിധത്തിലും തിരിക്കാം. ഷോർട്ടി നോയ്സും തെർമൽ നോയ്സും. ഷോർട്ടി നോയ്സ്, തെർമൽ നോയ്സ്, അതേപോലെ തന്നെ 1/f നോയ്സ്. തെർമൽ നോയ്സ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. തെർമൽ നോയ്സ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ടെമ്പറേച്ചർ. തെർമൽ നോയ്സ് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി അതേപോലെ തന്നെ ഷോർട്ടി നോയ്സ് എന്ന് പറഞ്ഞത് അതിൻ്റെ ബാൻഡ് വിഡ്ത്തും റെസിസ്റ്റൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുന്ന നോയ്സാണ് ഷോർട്ടി നോയ്സ് എന്ന് പറയുന്നത്. The amount of the Schottky noise is greater with the wider bandwidth and larger resistance. പിന്നെ 1/f നോയ്സ് എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. ഫ്രീക്വൻസി കുറയും തോറും ഈ നോയ്സ് കൂടും, അല്ലെങ്കിൽ ഈ ഒരു നോയ്സ് ദാറ്റ് ഈസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 1/f റേഷ്യോ ആണ്. അപ്പോൾ എഫ് കൂടുന്തോറും നോയ്സ് കുറയും, എഫ് കുറയും തോറും ഈ നോയ്സ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ നോയ്സസൊക്കെ റെഡ്യൂസ് ചെയ്യാം? അതിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഫിസിക്കൽ ഷീൽഡിങ്. ഫിസിക്കൽ ഷീൽഡിങ്, ഐസിനെ ഷീൽഡ് ചെയ്യുക. ആൻഡ് അസോസിയേറ്റഡ് വയറിങ്. ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നിന്നും ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന നോയ്സസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഷീൽഡ് കൊടുക്കുക. ഇനി അതല്ലാതെ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബഫറിങ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫിൽറ്ററിങ് സർക്യൂട്ട്, നോയ്സസിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫിൽറ്ററിങ് സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബഫറിങ് സർക്യൂട്ടോ എക്സ്ട്രാ കൊടുത്താലും നമുക്കിതിനെ ഈ ഒരു നോയ്സസിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യുക. ടു പ്രൊവൈഡ് എ പാത്ത് ഫോർ എനി റേഡിയോ ഫ്രീക്വൻസി ഓൾ ദി IC പവർ സപ്ലൈ ടെർമിനൽസ് ഷുഡ് ജനറലി ബി ബൈപ്പാസ്ഡ് ടു ഗ്രൗണ്ട്. നമ്മൾ എർത്തൻ ചെയ്യുന്ന അതേ കേസ് തന്നെയാണ് ബൈപ്പാസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ ബ്രെഡ് ബോർഡിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലെഡൊക്കെ ഉപയോഗിച്ച് അത് സോൾഡർ ചെയ്യും. അപ്പോൾ മാക്സിമം ഷോർട്ടായിട്ടുള്ള ലെങ്ത് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് നോയ്സസൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള വഴികളാണ്. ഓക്കെ. അടുത്ത വീഡിയോയിൽ നമുക്ക് കോമൺ മോഡ് കോൺഫിഗറേഷനും അതേപോലെ തന്നെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം.